ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഷിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് വേണ്ടത് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പരമാവധി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, എന്നിട്ട് വീട്ടിലേക്ക് മാറ്റാം. ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനം. ശരി ഡോക്ടർ. ശരി എന്നാ. അതെ, ദേ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ രണ്ടുപേരും. എന്നിട്ട് ഒന്നും മിണ്ടാതെ എങ്ങോട്ടായി പോകുന്നേ? സത്യം പറഞ്ഞ സംഗതി ഇത്രയും പ്രശ്നമാണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഡോക്ടറെ കാണാൻ വന്നതുകൊണ്ട് കാര്യങ്ങൾ എനിക്കും പിടികിട്ടി. ദേ, ഇത് നിസ്സാര കളിയല്ല. ശിവാനി പലതും പറയും. അത് വെച്ചങ്ങ് തലയൂരി കളയാന്ന് ഭാര്യയും ഭർത്താവും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഞാനോ നിധിയോ ഇതിന്ന് തലയൂരി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അയ്യോ, അങ്ങനെ കൂടെ നിന്നാ മാത്രം പോരാ. നിങ്ങളുടെ ഈ പഞ്ചാര വാക്ക് കേട്ടാ എന്റെ മോള് വീഴുമായിരിക്കും. ഞാനൊരു തീരുമാനം എടുത്തെങ്കിൽ അതും വരും വരായികകൾ നോക്കി മാത്രമായിരിക്കും. അമ്മായി ഒന്ന് സമാധാനപ്പെട്. നമുക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ ശിവാനിക്ക് കൊടുക്കാം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇതിൽ അത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോ എഴുന്നേറ്റ് ഓടിച്ചാടി നടക്കാന്നാ എന്റെ മോള് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെന്ന് അതുപോലെ അവളോട് പറഞ്ഞു കൊടുത്താ സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയാമോ? പോലീസിനോട് പറഞ്ഞ മൊഴിയൊക്കെ അവള് പുല്ലുപോലെ മാറ്റി പറയും. സംഗതി കൊലപാതക ശ്രമം. ഗൗതമിന് ഇവിളേക്കാളും കാര്യവിവരം ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യയെ അങ്ങകത്ത് പോയി കിടക്കേണ്ടി വരും. ആന്റി പറഞ്ഞ ശിവാനിയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാതിരുന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ മൊഴി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നിധിയോട് വേണ്ട വൈരാഗ്യം അവളുടെ മനസ്സിലുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൂടി അറിഞ്ഞാലേ ശിവാനി തന്നെ പറഞ്ഞോളും മനഃപൂർവ്വം കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന്. ഇനി നിങ്ങളുടെ മുന്നിൽ നിന്ന് യാചിക്കാനും കാലു പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണമെങ്കിൽ ഇതൊരു ഭീഷണിയാണെന്ന് തന്നെ കരുതിക്കോ. എന്റെ മോളെ ഈശ്വരമംഗലത്ത് കൊണ്ടുപോയി നിർത്തി ചികിത്സിച്ച് പഴയപടിയാക്കി തിരിച്ചു തന്നില്ലെങ്കിൽ നീതി അകത്ത് കിടന്ന് അഴിയെണ്ണു എന്നതിൽ യാതൊരു സംശയമില്ല. ഓർത്തോ നീ? ഗൗതം, എത്ര പണം ചെലവായാലും കുഴപ്പമില്ല. ശിവാനി നമുക്ക് ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഞാൻ എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കളൊക്കെ വിളിച്ചന്വേഷിച്ചതാ. ഇത്തരം കേസുകൾക്ക് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഇതാണെന്നാ എല്ലാവരും പറയുന്നത്. അമ്മ ഇങ്ങനെ ഭീഷണിയായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഗൗതം? അതൊന്നും എനിക്കറിയില്ല. കൂടെ നിർത്തിയില്ലേ ആ കുട്ടി മൊഴി മാറ്റി പറയും. അങ്ങനെ ഉണ്ടായ നിധിയെ കസ്റ്റഡി എടുക്കേണ്ടി വരും. ഗൗതം എന്താ ആലോചിക്കുന്നത്? ഗൗതം എന്തായി ആലോചിക്കുന്നത്? ഡിസ്ചാർജ് ആയാൽ പോലും ശിവാനിയെ കുറച്ചു ദിവസത്തേക്ക് നിങ്ങളുടെ കൂടെ നിർത്തുന്നതായിരിക്കും ബുദ്ധി. ഗൗതം എന്തെങ്കിലും ഒന്ന് പറ, എനിക്ക് ആകെ ടെൻഷൻ ആവുക. തൽക്കാലം എനിക്ക് നിന്നെ സേഫാക്കിയേ പറ്റൂ. ശിവാനി ഇനി മൊഴി മാറ്റി പറയാൻ പാടില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? മഹേഷ് സാറ് പറഞ്ഞതുപോലെ ശിവാനി അവളുടെ അമ്മയുടെ കൺട്രോളിലേക്ക് പോകരുത്. അവൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഡിസ്ചാർജ് ആകുമ്പോൾ ശിവാനിയെ നമുക്ക് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകാം. ഗൗതം എന്തായി പറയുന്നത്? വേണ്ട, അതൊന്നും നടക്കില്ല. അവളെ കൊണ്ടുപോകുന്നത് പ്രണവിന്റെ ഭാര്യയായിട്ടോ ഭാര്യയാക്കാനോ അല്ല. നിന്റെ അമ്മാവന്റെ മകളാണ് ശിവാനി. അമ്മാവൻ വയ്യാതെ കിടക്കുക. നിന്റെ കയ്യിൽ നിന്ന് ശിവാനിക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടായി. അവളെ സംരക്ഷിക്കാനും പരിചരിക്കാനുമുള്ള ബാധ്യത നമുക്കുണ്ട്. ഗൗതം പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷേ ഇത് ഈശ്വരമംഗലത്തുള്ളവർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രണവിന്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയാലല്ലേ പ്രശ്നമുള്ളൂ. അസുഖം ഭേദമാകുന്നതുവരെ ശിവാനിയെ നമ്മൾ കൊണ്ടുപോയി പരിചരിക്കുന്നതിൽ അവർക്കെന്താ പ്രശ്നം? അത് വേണ്ട ഗൗതം. ശിവാനിക്ക് പൂർണ്ണമായും ഭേദമാവുന്നതുവരെ
അവളെ ഈ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ പോരെ? നീ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ശിവാനി നിനക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞുവെങ്കിലും ഈ അപകടത്തിനെ പോലും ഒരു അവസരമാക്കി മുതലെടുക്കാനാണ് രേണുകാന്റി ശ്രമിക്കുന്നത്. മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞല്ലോ ഭീഷണി തന്നെയാണെന്ന്. ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തീരുമാനം നമ്മൾ പറഞ്ഞാൽ ആന്റിക്ക് വാശി കൂടും. ശിവാനിയെ പറഞ്ഞു തിരിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ബുദ്ധിമോശം കാണിച്ചാൽ അത് വലിയ ദോഷം ചെയ്യും. എന്നാലും ഇതെങ്ങനെ? അമ്മയും പ്രണവും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ശിവാനിയെ അവളുടെ വീട്ടിലേക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി നോക്കാനായി ഫുൾ ടൈം ഒരാളെ വെച്ചാ പോരെ? അതിലൊന്നും രേണുകാന്റി ഒതുങ്ങില്ലെന്നേ. ഇപ്പൊ പിടിവിലെ അവരുടെ കയ്യില്. പറയുന്നത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ പേരിൽ കേസെടുക്കാനോ നടപടി ഉണ്ടാവാനോ ഞാൻ അനുവദിക്കില്ല. എനിക്ക് പേടിയാ. ഒരു വിധത്തിൽ ഒരു പ്രശ്നമൊന്നും ഒതുങ്ങി വരുന്നതേ ഉള്ളൂ. പ്രണവ് ഇപ്പോഴും നമ്മളെ ശത്രുക്കളായിട്ടാ കാണുന്നത്. അതിനിടയിലേക്ക് വീണ്ടും നമ്മൾ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞാൽ അവിടെയുള്ളവർ അംഗീകരിക്കുമോ? അംഗീകരിക്കണം. അംഗീകരിച്ചേ പറ്റൂ. ശിവാനി ഇപ്പം നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. എന്തായാലും ഈശ്വരമംഗലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും സാരമില്ല. നമുക്കും പറയാനൊരു ന്യായമുണ്ടല്ലോ. പ്രണവിന്റെ ആരുമായിട്ടല്ല, നിന്റെ അമ്മാവന്റെ മകൾ മാത്രമായിട്ടായിരിക്കും ശിവാനി ഈശ്വരമംഗലത്തേക്ക് വരിക. അങ്ങനെ മാത്രം കണ്ടാൽ മതി ഇതിന്. ഇതൊക്കെ അവിടെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക്? പറഞ്ഞു മനസ്സിലാക്കിക്കും. ഇപ്പൊ തന്നെ നമുക്ക് ഈശ്വരമംഗലത്തേക്ക് പോവാം. ശിവാനി ചെയ്ത പാപത്തിന്റെ ഫലമാണ് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അമ്മ എന്തിനിങ്ങനെ താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കുന്നത്? ദിവസവും ഈ നാട്ടിൽ എത്രയോ ആക്സിഡന്റുകൾ നടക്കുന്നു. അതൊക്കെ ഓർത്ത് അമ്മ സങ്കടപ്പെടേണ്ട കാര്യം എന്തുവാ? അവളതിനെ ആരാ? അന്ന് എന്നോട് കാണിച്ചതിന്റെ ശിക്ഷ അനുഭവിക്കാതെ മരിക്കാനൊന്നും പറ്റത്തില്ല. ചാവത്തില്ല അവള്. അനുഭവിച്ചേ അവസാനിക്കത്തുള്ളൂ. എന്താ പ്രണവേ ഇത്? മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരല്പം മനസ്സലിവ് കാണിച്ചുകൂടെ നിനക്ക്? മനസ്സലിവ് കാണിക്കാനാ അവളോടാ എന്ന് വെച്ചാൽ ഇനിയും ഞാൻ പൊട്ടനാവണമെന്നല്ലേ? നിങ്ങൾ അവളുടെ കാര്യം വിട്. എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല.